ഇക്കഴിഞ്ഞ ജൂൺ 4-ാം തീയതി മലപ്പുറം ജില്ലയിലെ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് ഒരാൾ പറയാണ്, ഞാൻ 39 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊന്നു. അവിടെ കൂടരഞ്ഞിലെ ഏതോ തോട്ടിലേക്ക് ചവിട്ടിയിട്ടാണ് കൊന്നത്. സത്യത്തിൽ ഈ വാർത്ത ആദ്യം കേട്ട പോലീസുകാരൻ്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയാക്കണത് വട്ടാണല്ലേ എന്നായിരിക്കും. മിക്കവാറും ഈ കുറ്റകൃത്യം ചെയ്തിട്ട് തൊട്ട് പുറകെ പ്രതികൾക്ക് ഈ സ്റ്റേഷനിൽ വന്ന് കുറ്റം സമ്മതിക്കുന്ന ചില കേസുകളുണ്ട്. അതിൽ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പോലീസ് കേസെടുക്കില്ല. ഒന്നുകിൽ അയാൾ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ സംഭവം ശരിയാണെന്നൊരു ചെറിയ അന്വേഷണം നടത്തും. എന്നിട്ട് വേണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സ്വമേധയാ കേസെടുക്കും. അങ്ങനെയൊക്കെ ഇവിടെയും അതുപോലെ തന്നെ പോലീസ് ആദ്യം ചെറിയൊരു പ്രാഥമിക അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തന്നെ പ്രതിയാക്കിയിട്ട് ഒരു മർഡർ കേസ് എടുക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നു, വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടരെ അന്വേഷണം നടത്തുന്നു. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇയാളുടെ മൂത്ത മകന്റെ മരണം, ഇളയ മകന് അടിക്കടി ഉണ്ടായ ആക്സിഡന്റുകൾ, അങ്ങനെ വന്നൊരു റിമോഴ്സ്, ഒരു കുറ്റബോധമാണ് ഇയാളെ ഇത് പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ 3 വർഷത്തിന് ശേഷം വീണ്ടും ഇയാളൊരു കൊലപാതകം ചെയ്തതെന്ന് പറയാം. അത് വീണ്ടും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നു, ഷോക്കിങ്ങിലാക്കുന്നു. അതിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇമാതിരി കേസുകൾ വരുമ്പോൾ നിയമം എങ്ങനെയാണ് ഇയാളെ കൈകാര്യം ചെയ്തത്? ഒരു നിയമത്തിനും റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. അതായത് എപ്പോഴാണോ നിയമ നിർമ്മാണം നടന്നത് അത് തുടങ്ങിയിട്ട് അങ്ങോട്ടേക്കുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഈ നിയമങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ജേജ് ആക്ട് വന്നത് 2000-ലാണ്. അതിനുശേഷം 2015 ജേജ് ആക്ടിന്റെ അമെന്റ്മെന്റ് വന്നു. ജേജ് ആക്ട് പ്രകാരം കുട്ടികൾ കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 3 വർഷമാണ്. പക്ഷെ ഇയാൾ കുറ്റകൃത്യം ചെയ്തത് 1985-ലാണ്, ഫസ്റ്റ് മർഡർ. ആ സമയത്ത് ജേജ് ആക്ട് ഇല്ല. അതായത് 2000-ന് മുമ്പുള്ള ജേജ് ആക്ട് നിലവിൽ വരുന്നത് 1986-ലാണ്. 1986 വരെ 1960 നിലവിൽ വന്ന ചിൽഡ്രൻസ് ആക്ടാണ് നിലവിലുള്ളത്. അപ്പൊ ഈ ചിൽഡ്രൻസ് ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം കുട്ടികൾ ചെയ്താൽ മുതിർന്നവരുടെ ശിക്ഷ തന്നെ. അതൊന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ കുറ്റകൃത്യം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടുന്ന 3 വർഷമല്ല, മുതിർന്ന ആൾക്കാർക്ക് കിട്ടിയിരുന്ന അത് തന്നെ കിട്ടും ആ നിയമപ്രകാരം. അതിനുശേഷം 1986 നിലവിൽ വന്ന ജേജ് ആക്ട് ഉണ്ട്. 1989 ഇദ്ദേഹം 2ാമത്തെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ആ കാലഘട്ടത്തിൽ ആ കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്നത് 86 നിലവിൽ വന്ന ജേജ് ആക്ട് പ്രകാരമാണ്. പക്ഷെ ആ സമയം കുട്ടികൾ എന്ന നിയമം പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ളവരാ. അപ്പോഴും ഈ പറഞ്ഞ മോമോ എന്ന് പറഞ്ഞ ആൾക്ക് പണി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ജേജ് ആക്ട് ഒരു ചെറിയൊരു പ്രൊവിഷൻ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ജുവനലിറ്റി പിന്നെ കോണ്ടം ഓഫ് സെന്റൻസ്, ഇത് രണ്ടും വേണമെങ്കിൽ ഈ പുതിയ നിയമപ്രകാരം നടത്തണോ വേണ്ടേ എന്നുള്ളത് കോടതിക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാന്നുള്ളത്. എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.